الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية ഖുർആനിൽ 2 സ്ഥലത്താണ് നീട്ടിയോഗണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹംസിന് മുമ്പ്, 2 സുക്കൂനിന് മുമ്പ്. വഖഫ് ചെയ്യുമ്പോഴൊക്കെ വലല്ലാലീന്ന് കിട്ടിയോല്ലേ റഹീം, അത് വഖഫ് സുക്കൂൻ. 2 ജാ എന്നൊക്കെ പറയുന്നത്. ഇവിടെ സുക്കൂനിന് മുമ്പാണ് നീട്ടൽ വന്നത്. ഹാഖ, ഹാഖ് ഖാമ, 2 ഖാഫുണ്ട്. അതുകൊണ്ട് 6 അക്ഷരം വരെ പറയുന്നത് ഏറ്റവും കൂടുതൽ നീട്ടൽ അവിടെയാണ്. സുക്കൂന് മുമ്പ് നീട്ടലാണ് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ നീട്ടാം. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية എല്ലാവരും ഒരുമിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിക്കോളൂ. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية بسم الله الرحمن الرحيم. الحاقة ഹക്ക് എന്ന വാക്കിൽ നിന്നാണ് ഹാക്കത്ത് ഉണ്ടായത്. ഹക്ക പുലർന്നു, സത്യമായി,
അതിന്റെ ഇസ്മുൽ ഫായിലാണ് ഹാഖുൻ, പുലരുന്നത്, സത്യമാകുന്നത്, യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത്. ഹക്ക എന്നാണ് ഫേല്, ഹക്ക യഹ്ഖു, ഹക്ക എന്ന് പറഞ്ഞാൽ ഹക്കായി, ഫേലാണ് സത്യമായി. അപ്പൊ ഹാഖുൻ അതിന്റെ സ്ത്രീലിംഗ ഹാഖത്തുൻ, സത്യമാകുന്നത്. സത്യമാകുന്നത് പറഞ്ഞാൽ വന്നിട്ടില്ല, വരും, നടക്കാനുള്ളത്. സത്യമാകുന്നത് സത്യമാകാനുള്ളതാണ്, സത്യമാണ്, സത്യമായി വരുന്നതാണ്. അതാണ് ഹാഖത്തുൻ. ഹക്ക യഹിഖു ഹക്കൻ, മനസ്സിലായില്ലേ? അതിന്റെ ഇസ്മുൽ ഫായിലാണ് ഹാഖുൻ, അതിന്റെ സ്ത്രീലിംഗമാണ് ഹാഖത്തുൻ. സത്യമായി പുലർന്നു, സത്യമായി പുലരുന്നു. ഹാഖത്തുൻ എന്ന സത്യമായി പുലരുന്നത്, നടക്കാനുള്ളത്, തീർച്ചയായും നടക്കുന്നത്, സംഭവിക്കുന്നത്. വാഖയത്ത് എന്നൊക്കെയുള്ള അർത്ഥം മനസ്സിലായില്ലേ? ഇവിടെ ഇബ്നു കസീർ പറയുന്നു അൽ ഹാഖത്തു മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമം, ഖിയാമത്ത് നാളിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണെന്ത്? ഹാഖ. ഒരുപാട് പേരുണ്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ഖുർആനിൽ, ഒരുപാട് പല പേരുകളും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പേരാണെന്ത്? ഹാഖത്ത്, അല്ലെ? ഖിയാമത്ത് നാളിനെ കുറിച്ച് നമ്മൾ യൗമുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, യൗമുൽ തഖാബ് എന്ന് വന്നിട്ടുണ്ട്, യൗമുൽ ഹസ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ വാഖിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖാരിയ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും പറഞ്ഞു. ഇതേപോലെ ലോകാവസാനത്തെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും പരാമർശിക്കാൻ വേണ്ടി ഖുർആനിൽ വന്നിട്ടുള്ള ഒരു വാക്കാണ്. ആ വാക്കിൽ തന്നെ അതിന്റെ ഗാംഭീര്യവും ഗൗരവവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് അൽ ഹാഖ? പിന്നെ മൽ ഹാഖ, അത് ഹാഖത്ത് എന്താണ്? സത്യമായി പുലരുന്ന സംഗതി എന്താണ്? മാ എന്ന ചോദ്യം, ഇസ്തിഫാം. എന്താണ് അത്? എന്താണ് സത്യമായി പുലരുന്ന സംഭവം? എന്താണ് മൽ ഹാഖ? എന്താണ് സത്യമായി പുലരുന്ന സംഭവം? ആ യഥാർത്ഥ സംഭവം, ആ ഗൗരവമേറിയ സംഭവം എന്താണ്? വമാ അദ്റാക മൽ ഹാഖ. വമാ അദ്റാക എന്ന് പറഞ്ഞാൽ നിനക്കെന്തറിയാം. ഖുർആനിൽ പല സ്ഥലത്തുണ്ടല്ലോ നിനക്ക് എന്തറിയാം. വമാ അദ്റാക, നിനക്ക് എന്തറിയാം. മൽ ഹാഖ, ഹാഖത്ത് എന്താണ് എന്നതിനെ കുറിച്ച് നിനക്ക് എന്തറിയാം. ഹാഖത്ത് എന്താണ് എന്നതിനെ കുറിച്ച് നിനക്ക് എന്തറിയാം. മൽ ഹാഖ, അൽ ഹാഖത്തു മൽ ഹാഖ. എന്നിട്ട് പറയാൻ വലിഹാദ അല്ല ലിഅന്ന ഫീഹാ യതഹഖഖുൽ വഅദു വൽ വഈദ്. ഖിയാമത്ത് നാളിന് ഹാഖത്ത് എന്ന് പേര് കിട്ടാനുള്ള കാരണം അതിൽ വഅദും വഈദും സത്യമായി പുലരുന്നു. സത്യമായി പുലരുന്നത് എന്നാണല്ലോ ഹാഖത്തിന്റെ അർത്ഥം. ഖിയാമത്ത് നാളിന് ഹാഖത്ത് എന്ന് പറയാൻ കാരണം രണ്ട് കാര്യം ഖിയാമത്ത് നാളിൽ സത്യമായിട്ട് പുലരും. ഏതാ രണ്ട് കാര്യം? ഒന്ന് വഅദ്, രണ്ട് വഈദ്. എന്താണ് വഅദും വഈദും തമ്മിലുള്ള വ്യത്യാസം? വഅദും വഈദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, വഈദ് എന്ന് പറഞ്ഞാൽ താക്കീത്. ഒന്ന് സത്യവിശ്വാസികൾക്കുള്ളതാണ്, രണ്ട് സത്യനിഷേധികൾക്കുള്ളതാണ്. വഅദ് ആർക്കുള്ളതാ? വാഗ്ദാനം സ്വർഗം ആർക്കുള്ളതാണ്? സ്വർഗല്ലേ വാഗ്ദാനം, അതാർക്കുള്ളതാ? സത്യവിശ്വാസികൾക്ക്. വഈദ് താക്കീത് ആർക്കുള്ളതാണ്? വഅദയുടെ മസ്തറാണ് വഅദ്, മനസ്സിലായില്ലേ? ഔഅദയിൽ നിന്നാണ് വഈദ് ഉണ്ടായത്. ശരിക്കും ഔഅദാണ് ഭീഷണിപ്പെടുത്തിയത്, താക്കീത് ചെയ്തു. വഈദ് എന്ന് പറഞ്ഞാൽ ഭീഷണി, താക്കീത്, നരകം. വഅദ് എന്ന സ്വർഗം, വഈദ് എന്ന നരകം. ഒന്ന് വാഗ്ദാനം സ്വർഗം, മറ്റേത് താക്കീത് ഭീഷണി. ആർക്ക്? നരകം, സത്യനിഷേധികൾക്ക്. ഈ വിശ്വാസികൾക്ക് സ്വർഗം അഥവാ അള്ളാഹുവിന്റെ വഅദ്, നിഷേധികൾക്ക് നരകം അഥവാ അള്ളാഹുവിൽ നിന്നുള്ള വഈദ്. അത് രണ്ടും സത്യമായി നടപ്പാകുന്ന സമയം, അതാണ് ഹാഖത്ത്. മനസ്സിലായോ? വഅദും വഈദും സത്യമായി വരുന്നത് കൊണ്ടാണ് ഈ ഖിയാമത്ത് നാൾ എന്ത് പേരിട്ടത്? അൽ ഹാഖ എന്ന് പേരിട്ടത്. അൽ ഹാഖ, സത്യമായി പുലരുന്നത്. മൽ ഹാഖ, എന്താണ് സത്യമായി പുലരുക? വമാ അദ്റാക മൽ ഹാഖ, നിനക്കെന്തറിയാം? അൽ ഹാഖത്ത് എന്താ? ആ യഥാർത്ഥ സംഭവം, സത്യമായി പുലരുന്ന സംഭവം എന്താ എന്ന് നിനക്കെന്തറിയാം? സത്യമായി പുലരുന്ന സംഭവം എന്താണെന്ന് നിനക്കറിയുമോ? ഇത് ചോദ്യത്തിന് വേണ്ടിയുള്ളതല്ല, പിന്നെന്താണ്? ഇത് ഗൗരവം പറയാൻ. വലിഹാദ അള്ളമല്ലാഹു അംറഹ, ഈ കാര്യത്തെ അള്ളാഹു ഗൗരവമുള്ളതാക്കിയിരിക്കുന്നു ഒരു ചോദ്യത്തിലൂടെ. ഹാഖത്ത് എന്ന സംഭവത്തെ
സ്വർഗം വിശ്വാസികൾക്കും നരകം അവിശ്വാസികൾക്കും പുലരുന്ന ദിവസത്തെ അള്ളാഹു ഒരു ഗൗരവമുള്ള സംഗതിയാക്കി ഒരു ചോദ്യത്തിലൂടെ. എന്താ ചോദ്യം? മൽഹാഖ വമാ അദറാക മൽഹാഖ. ഹാഖത്ത് എന്താണെന്ന് നിനക്കറിയുമോ? അത് വളരെ ഗൗരവമുള്ള സംഗതിയാണെന്ന്. അത് അറിയാൻ വേണ്ടി ചോദിച്ചതല്ല, പിന്നെന്താണ്, അത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയില്ല. ഇനി ആ വിഷയത്തെ കുറിച്ച് താഴെ വരും. അതിനു മുമ്പ് ഹാഖത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഹാഖത്ത് ഏതായാലും ഉണ്ടാവും. കാരണം ഹാഖത്ത് സത്യമാണ് എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്ന ചില സംഗതികൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ലോകനാശമാണല്ലോ ഹാഖത്തിന്റെ തുടക്കം. ലോകനാശത്തിന് മുമ്പ് ലോകത്തുള്ള ചില സമൂഹങ്ങളെ അല്ല ഒന്നടങ്കം എന്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ഒരു സമൂഹം ഒന്നാകെ നശിച്ച ചരിത്രങ്ങൾ കുറെ ഉണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ ലോകമൊട്ടാകെ നശിക്കുമെന്ന് നീ മനസ്സിലാക്കണം. ഈ ലോകമൊട്ടാകെ നശിക്കലും ഉയർത്തെഴുന്നേൽക്കലാണ് ഹാഖത്ത്. അപ്പം ഹാഖത്ത് എന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുന്നിൽ കണ്ട ചില സംഭവങ്ങൾ, കഴിഞ്ഞ തലമുറകൾ നടന്നുപോയ ചില സംഭവങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അതാണ് ദിക്റു ഇഹ്ലാക്കിൽ ഉമം, സമുദായങ്ങളുടെ നാശത്തെ കുറിച്ചുള്ള സ്മരണ. കഴിഞ്ഞുപോയ ചില സമുദായങ്ങൾ നശിച്ചിട്ടുണ്ട്, അവ നശിപ്പിച്ചിട്ടുണ്ട് ദുനിയാവിൽ വെച്ച്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ദഅവത്ത് നടക്കാത്ത സമൂഹത്തുള്ള എന്തിട്ടുണ്ട്, ദഅവത്തിനെ തള്ളിക്കളഞ്ഞൊരു സമൂഹത്തെ എന്തിട്ടുണ്ട് അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. സുമ്മ ദക്കറ തആല ഇഹ്ലാഖുൽ ഉമം അൽ മുഖദ്ദിബീൻ, പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം അള്ളാഹു ഇവിടെ ഓർമ്മിച്ചു. ഫഖാല തആല, അല്ലാഹു എന്താ പറഞ്ഞത്? കസ്സബത് സമൂദ് വആദും ബിൽ ഖാരിയ, കസ്സബത് സമൂദ് വആദും ബിൽ ഖാരിയ ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്താഗിയ. ഫഅമ്മ എന്നാൽ കസ്സബത് സമൂദ്, ആദ്യം പറഞ്ഞതാണ് സമൂദ് തള്ളി. സമൂദ് തള്ളി. സമൂദ് എന്ന് പറഞ്ഞ ഒരു ഗോത്രം. ഈ ഗോത്രത്തെ കുറിച്ച് ഒരുപാട് അധ്യായങ്ങൾ സൂറത്തുൽ അഹ്റാഫ് മുതൽ ഇങ്ങോട്ട് പരാമർശമുണ്ട്. സൂറത്തുൽ ഹൂദ് ശരി. പിന്നെ അങ്ങനെ അവസാന സൂറത്തു നൂഹ്, ചെറിയ ചെറിയ സുഹൃത്തുക്കൾ വരെ, വശംസി വദഹ എന്നുള്ള സുഹൃത്തിൽ വരെ സമൂദ് ഗോത്രത്തെ, സൂറത്തുൽ ഫജ്ർ പോലുള്ള സുഹൃത്തുക്കളിലൊക്കെ എന്തിട്ടുണ്ട് സമൂദ് ഗോത്രത്തെ കുറിച്ചും അതേപോലെ തന്നെ ആദ് ഗോത്രത്തെ കുറിച്ചും പരാമർശമുണ്ട്. കസബത്ത് സമൂദ് വആദുൻ ബിൽ ഖാരിയ, സമൂദിനെയും ആദും ഖാരിയത്തിനെ തള്ളി. കസബത്ത് തള്ളി, സമൂദ് തള്ളി, ആദും തള്ളി, ബിൽ ഖാരിയ എന്തിനെ തള്ളി? ഖാരിയത്തിനെ തള്ളി, അൽ ഖാരിയത്തിനെ തള്ളി. അൽ ഖാരിയ എന്ന് പറഞ്ഞാൽ ഖറ എന്ന വാക്കിന് മുട്ടി എന്നാണ് അർത്ഥം. സ്ഫോടനമുണ്ടായി, ശബ്ദമുണ്ടായി എന്നാണ് ഇതിന്റെ അർത്ഥം. ഖറ യഖറഉ എന്ന് പറഞ്ഞാൽ മുട്ടുക എന്നാണ്. അൽ ഖാരിയ എന്ന് പറഞ്ഞാൽ മുട്ടുന്നത്, വലിയ സ്ഫോടന ശബ്ദമുണ്ടാക്കുന്നത്. അതെന്താ? ലോകാവസാനം. ലോകാവസാനത്തിന്റെ മറ്റൊരു പേരാണെന്ത്? അൽ ഖാരിയ. അൽ ഖാരിയത്തും അൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ എന്ന് വിളിച്ചില്ലേ, അതന്നെ. ഈ ലോകാവസാനത്തെ തള്ളിയ രണ്ട് തലമുറകളാണ് ആര്? സമൂദ്, രണ്ട് ആദ്. സമൂദ് ഗോത്രവും ആദ് ഗോത്രവും. സമൂദ് ഗോത്രം എന്ന് പറഞ്ഞാൽ സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ, അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ച ജനതയാണ്. ആദ് എന്ന് പറഞ്ഞാലോ ഹൂദ് അലൈഹി ഇസ്ലാം ഏത് സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്? ആ ജനതയാണ് ഏത്? ആദ്. ഒന്ന് അഹ്ഖാഫിൽ ജീവിച്ചു, രണ്ടാമത്തേത് ഹിജ്റിൽ ജീവിച്ചു. മനസ്സിലായില്ലേ? ഖുർആനിൽ ഈ രണ്ടു പേരിലും സൂറത്തിനുണ്ട്. സൂറത്തുൽ അഹ്ഖാഫിനും സൂറത്തുണ്ട്, സൂറത്തുൽ ഹിജ്ർ. ആ സൂറത്തിലും ഇവരെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശം ഉണ്ട്. അപ്പൊ സമൂദ്, ആദ് എന്നീ രണ്ട് ഗോത്രങ്ങൾ അൽ ഖാരിയത്തിനെ അഥവാ ലോകാവസാനത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും അവരെന്ത് ചെയ്തു? ഖിയാമത്ത് നാൾ അവർ തള്ളി. അവർ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചവരാണ്. അതെന്താണ്? അവരെങ്ങനെയാ തള്ളിയത്? അതിന്റെ അനന്തരഫലം എന്താണ്? ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്താഗിയ. എന്നാൽ സമൂദ് ഗോത്രം ഫഉഹ്ലികൂ, അവർ നശിപ്പിക്കപ്പെട്ടു, ബിത്താഗിയ, താഗിയത്ത് കാരണത്താൽ അല്ലെങ്കിൽ താഗിയത്ത് കൊണ്ട്. രണ്ടർത്ഥം വരും, ഞാൻ പറഞ്ഞുതരാം. അഹ്ലക എന്ന വാക്കിന് എന്താ അർത്ഥം? നശിപ്പിച്ചു. യുഹ്ലിക്കു നശിപ്പിക്കുന്നു, അഹ്ലക. ഹലാക്ക് നാശം, അല്ലെ? ഹലാക്കിന്റെ അവലങ്ങഞ്ഞി എന്നൊക്കെ പറയല്ലേ. ഹലാക്ക് എന്നത് എന്താണ്? നാശം. ഹലാക്ക്, ഹലക്ക നശിച്ചു അല്ലെങ്കിൽ മരിച്ചു. അപ്പം അഹ്ലക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. ഉഹ്ലിക
നശിപ്പിക്കപ്പെട്ടു. അത് രണ്ടാണെങ്കിൽ ഉഹ്ലിക്കാന്ന് പറയും. കുറെ ആളുകൾ നശിപ്പിക്കപ്പെട്ട എന്താ പറയാ? ഉഹ്ലിക്കൂ. ഉഹ്ലിക്കൂ, അവർ നശിപ്പിക്കപ്പെട്ടു, അവർ നാശത്തിന് വിധേയമായി. ബിത്താഗിയ, താഗിയത്ത് കൊണ്ട്. അതിന് രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്ന് താഗിയത്ത് മുഖേന അവർ നശിപ്പിക്കപ്പെട്ടു, രണ്ട് താഗിയത്ത് കാരണത്താൽ നശിപ്പിക്കപ്പെട്ടു. എന്താ രണ്ടും വ്യത്യാസം? ഒന്ന് അവരുടെ കയ്യിൽ താഗിയത്ത് ഉണ്ടായതുകൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു, രണ്ട് താഗിയത്ത് എന്ന ഒരു സംഗതി കൊണ്ട് അള്ള അവരെ നശിപ്പിച്ചു. അവർ നശിപ്പിച്ച ഉപകരണമാണെന്ത്? താഗിയത്ത്. രണ്ട്, അവരെ കുഴപ്പമാണ് താഗിയത്ത്. അവർക്ക് താഗിയത്ത് ഉണ്ടായതുകൊണ്ട് അവരെന്ത് ചെയ്തു? നശിപ്പിച്ചു. രണ്ട്, താഗിയത്ത് എന്ന് പറഞ്ഞ സംഗതി കൊണ്ട് എന്ത് ചെയ്തു? നശിപ്പിച്ചു. പ്രബലമായ വ്യാഖ്യാനത്തിൽ ഇത് രണ്ടും വന്നിട്ടുണ്ട്. ഒന്നിനെ നിഷേധിക്കുന്നില്ല. ഈ രണ്ട് വിശദീകരണവും രണ്ട് വീക്ഷണത്തിൽ സത്യമാണ്. എന്താ താഗിയത്തിന് രണ്ടർത്ഥമുള്ളത്? എന്താ? അമ്മാമൻ അല്ലെ, ഇന്നൽ ഇൻസാന ലയതുഗ, അല്ലെ, ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ആയത്തുകൾ കേട്ടില്ലേ? തുഗ, അതിര് വിട്ടു. ഇബ്ലീസിന്റെ പേര് താഗൂത്ത്, അതിര് വിട്ടവൻ. തുഗ എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു. ഇന്നൽ ഇൻസാന ലയതുഗ, മനുഷ്യൻ അതിര് വിടുന്നു, അതിക്രമം കാണിക്കുന്നു. അതല്ലേ? അതിന്റെ ഇസ്മുൽ ഫായിലാണ് താഗി, അതിന്റെ സ്പെല്ലിംഗ് ആണ് താഗിയത്ത്. അപ്പൊ താഗിയത്ത് എന്ന് പറഞ്ഞാൽ അതിര് വിടുക, അതിര് വിട്ട് ചെയ്തത്, അതായത് തിന്മ, പാപം. പാപം അല്ലെങ്കിൽ തിന്മ എന്നുള്ള അർത്ഥം എന്തിനുണ്ട്? താഗിയത്തിന്. താഗിയത്തിന്റെ ഒരർത്ഥം തിന്മ എന്നാണ്. ഏകദേശം അതേ ആശയത്തിൽ താഴെ ആയത്ത് അതേ രൂപത്തിൽ വ്യാഖ്യാനം തൊട്ടു താഴെ ഒരു 1-2 ആയത്ത് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ആ ആശയം അവിടെ ശരിയായിരിക്കാം. തിന്മ കാരണം അവർ നശിപ്പിക്കപ്പെട്ടു. അവർ തിന്മ ചെയ്തവരായതുകൊണ്ട് എന്ത് ചെയ്തു? അവർ നശിപ്പിക്കപ്പെട്ടു. അപ്പൊ താഗിയത്തിനെ അവരിലേക്കാണ് ചേർക്കുക. താഗിയത്ത് കാരണം അവർ നശിപ്പിക്കപ്പെട്ടു എന്നായി. എന്താ താഗിയത്ത്? തിന്മ, അതിര് വിട്ട പ്രവർത്തനം. അതിര് വിട്ട പ്രവർത്തന നിമിത്തം അവരെന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ശിക്ഷ 2-3 ഘട്ടങ്ങളിലാണ്. ഒന്ന് ദുനിയാവിൽ തന്നെ, 2 ബർസഖ്, 3 പരലോകത്ത് നരകം. ഇങ്ങനെയൊക്കെ ശിക്ഷ വരും. അവ ദുനിയാവിൽ തന്നെയുള്ള ശിക്ഷ, അല്ലെ? ദുനിയാവിൽ തന്നെയുള്ള ശിക്ഷ അവർക്ക് കിട്ടിയെന്ന് അവിടെ പറഞ്ഞു. അതിന്റെ കാരണം എന്തായിരുന്നു? അവർ തിന്മ ചെയ്യുന്നവരായിരുന്നു. ഖുർആനിൽ പറഞ്ഞു, സൻവഅദിബുഹും മറത്തൈൻ, 2 തവണ നാം അവരെ ശിക്ഷിക്കും. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, പിന്നെ 3ാമത്തെ വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടും. 3 ശിക്ഷയാണ് അള്ളാഹ് വെച്ചത്. സൂറത്ത് തൗബയിലെ 101-ാമത്തെ ആയത്ത്, 9-ാമത്തെ സൂറത്തിലെ 101-ാമത്തെ ആയത്ത്. 2 തവണ അള്ളാഹ് ശിക്ഷിക്കും. 3ാമതൊരു തവണ ശിക്ഷ ആവർത്തിക്കപ്പെടുകയും ചെയ്യും. അവർ അതിലേക്ക് മടക്കപ്പെടും. 2 തവണ ശിക്ഷയാണ്. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു, അദാബുൻ ഫി ദുനിയ വഅദാബുൻ ഫിൽ ബർസഖ്. ഒന്ന് ദുനിയാവിലെ ശിക്ഷ, 2 ബർസഖിലെ ശിക്ഷ. വലിയ ശിക്ഷയിലേക്ക് മടക്കപ്പെടുന്നു എന്നാണ് എന്താ അർത്ഥം? നരകത്തെ ശിക്ഷ. അങ്ങനെ 3 ശിക്ഷ ഉണ്ട്. ചിലപ്പോൾ അള്ളാഹ് 1ാമത്തെ ശിക്ഷ കൊണ്ട് മതിയാക്കിന്ന് വരും, ചിലപ്പോൾ അള്ളാഹ് മതിയാക്കൂല. ബർസഖിലേക്കും മഹ്ശറിലേക്കും ഒക്കെ എന്ത് ചെയ്യും? വെക്കും. ചില ആൾക്കാർ ദുനിയാവിലെ ശിക്ഷ കൊടുത്താൽ എന്ത് ചെയ്യും? തീർക്കും. അത് അള്ളാഹുവിന്റെ ഇഷ്ടം പറഞ്ഞില്ല. പക്ഷെ ഈ 3 ശിക്ഷയും അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മൾ ഓർക്കണം, തിന്മകൾക്ക്. അപ്പൊ അവർ തിന്മ കാരണത്താൽ ദുനിയാവിൽ തന്നെ എന്ത് ചെയ്തു? ശിക്ഷിക്കപ്പെട്ടു. പിന്നെ വേറെ നമ്മൾ വെള്ളിയാഴ്ച കേൾക്കുന്നത് പോലെ നുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷ നമ്മൾ ആസ്വദിപ്പിക്കാറുണ്ട്, തിരിച്ചു വരാൻ വേണ്ടി. അപ്പൊ ചെറിയ ശിക്ഷകൾ വന്നാൽ, അല്ലെങ്കിൽ ചെറിയ ശിക്ഷകളെ കുറിച്ച് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വലിയ ശിക്ഷയെ പേടിച്ചിട്ട് നമ്മുടെ ജീവിതം നന്നാക്കും. അതിനുള്ള തിരിച്ചു വരാൻ വേണ്ടി, തെറ്റിൽ നിന്ന് മടങ്ങാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മുമ്പിൽ ചെറിയ ചെറിയ ശിക്ഷകൾ കാണിച്ചത്. ദുനിയാവിലെ ശിക്ഷയൊക്കെ ചെറുതാണ്. സമൂത് ഗോത്രമാണെങ്കിലും ആദ് ഗോത്രമാണെങ്കിലും അവരനുഭവിച്ച ശിക്ഷ നമ്മളെ സംബന്ധിച്ചും വലുതാണ്. പക്ഷെ പരലോകത്തെ അപേക്ഷിച്ച് അവരെ അനുഭവിച്ച എന്താണ്? ചെറുതാണ്. നമ്മൾ എന്തിനാണ് ആ ശിക്ഷ നമ്മളെ അള്ളാഹ് ഓർമ്മിപ്പിച്ചെന്തിനാ? ഈ ശിക്ഷയെ കുറിച്ച് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നന്നാകണം. അതാണ് ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാം. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? എന്നാൽ സമൂദ് ഗോത്രം അവർ താഗിയത്തിനാൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരർത്ഥം എന്താണ്? അവർ താഗിയത്ത് ചെയ്തത് കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. 2, താഗിയത്ത് എന്ന സംഗതി കൊണ്ടുള്ള അവരെ ശിക്ഷിച്ചു. അപ്പൊ താഗിയത്ത് തന്നെ ശിക്ഷിച്ച സംഗതിയാണ്. താഗിയത്ത് എന്ന് പറഞ്ഞാൽ നാശകരമായ ഒരു സംഭവം. അപ്പൊ അർത്ഥം എന്താ? ഒന്ന് തിന്മ ഒരർത്ഥം, 2ാമത്തെ അർത്ഥം എന്താ? നാശകരമായ ഒരു സംഭവം.
നാശകരമായ ഒരു സംഭവം കൊണ്ട് അവരെ അള്ളാഹു എന്ത് ചെയ്തു? ശിക്ഷിച്ചു. ഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിത്വാഗിയ, നാശകരമായ ഒരു സംഭവം കൊണ്ട് അവരെന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. നാശകരമായ ഒരു സംഭവം കൊണ്ട് അവരെന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. അപ്പൊ എന്താർത്ഥം? ഒരു വൻ സ്ഫോടനം കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ശിക്ഷ ഏറ്റുവാങ്ങിയത്. ആ സ്ഫോടനത്തെയാണ് എന്തു പദം പ്രതിനിധീകരിക്കുന്നത്? ത്വാഗിയ. അതാണ് ഇവിടെ കൊടുത്തത്. വഹിയ സ്വൈഹ, അത് ഗർജനമാണ്. അല്ലത്തി അസ്കനത്വവും അസ്കതത്വവും, അത് അവരെ ആകമാനം മൗനത്തിലാക്കി. അവർ മനസ്സിലായില്ലേ? വൽസൽസല, അത് അവരെ ഒരു പ്രകമ്പനമാണ്. അല്ലത്തി അസ്കനത്വവും, അവരെ അടക്കി. ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ അടങ്ങി ഒതുങ്ങിപ്പോയി. അതുവരെ ബഹളം വെച്ച് നാട്ടിൽ ആകമാനം തെമ്മാടിത്തം കാണിക്കായിരുന്നു. അവരെ ഒന്നാകെ മൗനമാക്കിയ, അവരെ ഒന്നാകെ അടക്കി ഒതുക്കിയ ശിക്ഷ, അതാണ് ത്വാഗിയത്ത്. മനസ്സിലായില്ലേ? ഹക്കദ കാല ഖതാദ, ഖതാദ റളിയല്ലാഹു അൻഹു ഇപ്രകാരമാണ് പറഞ്ഞത്. അത്വാഗിയത്തു അസ്വൈഹത്തു. ത്വാഗിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഫോടനം. വഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് പറഞ്ഞു, അദ്ദേഹം താബിയാണ്, ഖതാദയും താബിയാണ്. അത്താഗിയ അദ്ദുനൂബു, താഗിയ എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, താഗിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപങ്ങൾ. അങ്ങനെ ഒരു അർത്ഥം എന്തായിരിക്കും? പാപങ്ങൾ കാരണമായി നശിപ്പിക്കപ്പെട്ടു. അതല്ല സൈഹത്താണെങ്കിലോ, സൈഹത്ത് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. രണ്ടും, ഒന്ന് പാപികളിലേക്ക് ചേർക്കപ്പെടും, രണ്ടാമത്തെ അർത്ഥം അള്ളാഹുലേക്ക് ചേർക്കും. അള്ളാഹ് അവരെന്ത് ചെയ്തു? സൈഹത്ത് കൊണ്ട് ശിക്ഷിച്ചു. താഗിയത്തിന് സൈഹത്ത്, സ്ഫോടനം എന്നുള്ള അർത്ഥം കിട്ടും. അല്ലെങ്കിലോ അവർ ചെയ്ത കുറ്റങ്ങൾ കാരണമായത് എന്ത് ചെയ്തു? അവരെ നശിപ്പിച്ചു എന്ന് അർത്ഥം വരും. അതാണ് ഖുർആനിലെ താഗിയത്ത് ദുനൂബ് എന്ന അർത്ഥം പറയാൻ അത് പറഞ്ഞ ആളുകൾ വേറെയുണ്ട്. ഖല റബീഉ ബിൻ അനസ്, ഇബ്നു സൈദ്, അവരൊക്കെ പറഞ്ഞത് തുഗയാൻ നിന്നാണ്. തുകയെന്ന അതിക്രമം, തെറ്റ് എന്നർത്ഥം, തിന്മ. വഖറ ഇബ്നു സൈദ്, ഇബ്നു സൈദ് ഒരു ആയത്തും തെളിവായിട്ട് ഓതിയിട്ടുണ്ട്. എന്താ ഓതിയത്? കസ്സബത് സമൂദ് ബിതഗ്വാഹ, അവരുടെ തിന്മ കാരണമായി സമൂദ് കളവാക്കി. തിന്മ കൊണ്ട് കളവാക്കി എന്ന് പറയുന്നുണ്ട്. അവര് തെറ്റ് ചെയ്തുകൊണ്ട് പ്രവാചകന്മാരെ കളവാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ആയത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ തിന്മ എന്നാണ്. അതുകൊണ്ട് ഇവിടെ താഗിയ എന്ന് പറഞ്ഞാൽ തഖ്വന്റെ പര്യായമാണ് എന്നാണ് ആര് പറയുന്നത്? ഇബ്നു സൈദ് പറയുന്നത്. അപ്പൊ രണ്ടർത്ഥമുണ്ട്. തിന്മകൾ കാരണമായി അള്ളാഹ് അവരെ നശിപ്പിച്ചു, അല്ലെങ്കിൽ താഗിയത്ത് എന്ന ശിക്ഷ കൊണ്ട് അള്ളാഹ് അവരെന്ത് ചെയ്തു? നശിപ്പിച്ചു. മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത് എന്താന്നുള്ളത്? താഗിയത്ത് രണ്ടാശയുണ്ട്. എന്നാൽ ആദ് ജനത, അവർ ആത്തിയത്തായ സർസറായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. ഉഹ്ലിക്കു, നശിപ്പിക്കപ്പെട്ടു. ബിരീഹിൻ, കാറ്റുകൊണ്ട്. സർസറിൽ, സർസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിദത്തിൻ, ബാരി, നല്ല തണുത്ത, കൊടും തണുപ്പുള്ള കാറ്റ്. അതാണ് ഖതാദ, സുദ്ദി, റബീഉ ബിൻ അനസ്, സൗരി ഇവരൊക്കെ പറഞ്ഞ എന്താണ്? സർസർ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള. ഇനി ആത്തിയ എന്ന് പറഞ്ഞാൽ ശദീദത്തിൽ ഹുബൂബ്, അടിച്ചു വീശുന്ന ശക്തമായ കാറ്റ്. ഹുബൂബ് എന്ന് പറഞ്ഞാൽ അടിച്ചു വീശ, ശദീദന ശക്തമായ അടിച്ചു വീശലുള്ള ഘോരമായ കാറ്റ്. ആകെ കൊടുങ്കാറ്റ് വന്നിട്ടാണ് അവരെന്ത് ചെയ്തത്? കടപഴക്കി കളഞ്ഞ കൊടുങ്കാറ്റ് വന്നിട്ടാണ് ആദ് ജനത എന്ത് ചെയ്തത്? നശിപ്പിക്കപ്പെട്ടത്. മറ്റവര് ഗർജനം കൊണ്ടാണ് എന്ത് ചെയ്തത്? സമൂദ് ജനത നശിപ്പിക്കപ്പെട്ടു. വലിയൊരു സ്ഫോടനം ഉണ്ടായി, അവരൊക്കെ മരിച്ചുപോയി. ആദ് ജനത എങ്ങനെ നശിപ്പിക്കപ്പെട്ടത്? കൊടുങ്കാറ്റ് കൊണ്ട്. മനസ്സിലായില്ലേ? അതാണ് ആത്തിയ എന്ന ശദീദ. അറ്റത്ത് അലൈഹിം അനഫിദത്തിയും, അവരുടെ ഹൃദയങ്ങളൊക്കെ തെറിച്ചു പോകുന്ന രൂപത്തിൽ അവർ നാശത്തിന് വിധേയമായി എന്നർത്ഥം. സർസർ എന്ന് പറഞ്ഞാൽ ഭാര്യ, തണുപ്പുള്ള. ആത്തിയ എന്ന് പറഞ്ഞാൽ ഒരു കാരുണ്യവും കാണിക്കാത്ത കലാപകാരിയായ കാറ്റ്, ഒരു അനുഗ്രഹം. വലാ ബറക്ക ബിഗൈരി റഹ്മത്തിൻ വലാ ബറക്കത്തിൻ, ഒരു അനുഗ്രഹവും അവർ നന്മയും ആ കാറ്റ് അവരോട് ഒരു കനിവും കാണിച്ചില്ല. കാറ്റ് മുഖേന അള്ളാഹ് അവരോട് എന്ത് ചെയ്തില്ല? ഒരു കനിവും കാണിച്ചില്ല. അങ്ങനെയാണ് അറ്റത്ത്. അപ്പം വിചാരണ ചെയ്യാതെ അവരള്ള ശിക്ഷിച്ചു ദുനിയാവിൽ. അവരെല്ലാവരും നിത്യങ്ങൾ തെറ്റുമെല്ലാം ചോദിച്ചു വന്ന് രക്ഷിച്ച്. ആ നിലക്കുള്ള ബർക്കത്തില്ലാത്ത ശിക്ഷയായതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അല്ലെങ്കിൽ ശിക്ഷയിലൂടെ ബർക്കത്തുണ്ടാകുക. അതാണ്, ആ നിലക്കാണ് അവരെ ശിക്ഷിച്ചത്. അതുകൊണ്ടാണ് സർസറിൻ ആത്തിയ. മനസ്സിലായില്ലേ? സർസർ എന്ന് പറഞ്ഞാൽ തണുപ്പ്, ആത്തിയ എന്ന് പറഞ്ഞാലോ എങ്ങനെ? ശക്തമായ തണുപ്പ് കൊണ്ട് എന്ത് ചെയ്തു? അവരെ ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. കദബത് സമൂദു ബിതഗ്വാഹ എന്നുള്ളതിന് തുടർച്ചയായിട്ട് ഇവിടെ അമ്മാ സമൂദു ഫഉഹ്ലികൂ ബിത്വാഗിയ, താഗിയത്ത് കൊണ്ട് അവരെ നശിപ്പിക്കപ്പെട്ടു. വഅമ്മാ ആദ്, ആദോ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആത്തിയ, ശക്തമായ തുളച്ചു കയറുന്ന തണുപ്പുള്ള കൊടുങ്കാറ്റ് കൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു. ഇതേത് ജനത കൊടുങ്കാറ്റ് നശിപ്പിക്കപ്പെട്ടത്? ആദ് ജനത. സ്ഫോടനം നശിപ്പിക്കപ്പെട്ടതാണ് സമൂദ്. ആ കാറ്റിന്റെ സ്വഭാവം എന്താണെന്നറിയോ?
സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. സഖറഹാ അലൈഹിം, അത് അവരിൽ വന്നു പതിച്ചിരിക്കുന്നു. എങ്ങനെ പതിച്ചു? അത് അവരിൽ എങ്ങനെ വന്നു പതിച്ചു? സബ്അ ലയാലിൻ, 7 രാത്രി. വസമാനിയത അയ്യാം, 8 പകൽ. അപ്പൊ ഒരാഴ്ച, പൂർണ്ണമായ ഒരാഴ്ച സമയം കൊടുങ്കാറ്റ്, വിശ്രമമില്ലാത്ത കാറ്റ്. അങ്ങനെ പൂർണ്ണമായ കാറ്റുകൊണ്ട് അവരെന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. ഭീകരമായ ശിക്ഷ കൊണ്ട് സമൂത് ഗോത്രം നശിപ്പിക്കപ്പെട്ടു. ഉഗ്രമായ കാറ്റുകൊണ്ട് ആര് നശിപ്പിക്കപ്പെട്ടു? നശിപ്പിക്കപ്പെട്ടു. മനസ്സിലല്ലേ? അവരുടെ കാറ്റ് എങ്ങനെ? അത് സഖറഹ, കീഴ്പ്പെടുത്തി അതിനെ. അലൈഹിം, അവരുടെ മേൽ അള്ളാഹു അതിനെ കീഴ്പ്പെടുത്തി. സബ്അ ലയാലിൻ, 7 രാവുകൾ. സമാനിയത്ത അയ്യാമിൻ, 8 പകലുകൾ. മനസ്സിലായില്ലേ? അവരുടെ നേരെ അതിനെ കീഴ്പ്പെടുത്തി. ഹുസൂമൻ, ഹുസൂമൻ എന്ന് പറഞ്ഞാൽ അവരെ ലക്ഷ്യം വെച്ചതാണ്. അവരുടെ നേരെ അങ്ങോട്ട് സഞ്ചരിക്കാൻ നിർത്താം. എവിടേക്ക് ലക്ഷ്യം വെച്ചിട്ട്? ആ നാടിനെ, ആദ്യ ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് നേരെ 7 രാവും 8 പകലും നീണ്ട കാറ്റ്. ഫതറൽ ഖൗമ, അപ്പോൾ ആ ജനതയെ നിനക്ക് കാണാം. ഫിഹ, ആ കാറ്റിൽ സ്വറഅ, നിലംപതിച്ചവരായി. സ്വറഅ എന്ന് പറഞ്ഞാൽ നിലംപതിച്ചു. സ്വറഅ എന്ന് പറയാം. പിശാചു ബാധകൊക്കെ എന്താ പറയാ? സ്വറഅ, നിലംപതിക്കുക. അപസ്മാരത്തിന് എന്ത് പറയും? അപസ്മാരം ബാധിച്ച് വീഴുന്നതിന് സ്വറഅ എന്ന് പറയും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ. അവര് വീഴും. സ്വറഅ എന്നാണ് എന്റെ ബഹുവചന. സാരിന്റെ ബഹുവചനാണെന്ത്? സ്വറഅ, സ്വരിയ. സ്വരിയ എന്ന് പറഞ്ഞാൽ ബാധിച്ചു വീണവൻ. അതിന്റെ സ്വരീന്റെ ബഹുവചനാണെന്ത്? സ്വറഅ, ബാധിച്ചു വീണവർ. മരീളു മർലാ എന്ന് പറഞ്ഞ പോലെ. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാബിയ, കടപുഴകി വീണ ഈത്തപ്പനയുടെ തടികൾ പോലെ. കഅന്നഹും, അവർ ഏതുപോലെയാണ്? അഅജാസു നഖ്ലിൻ, ഈത്തപ്പനയുടെ തടികൾ പോലെ. ഖാബിയ എന്ന് പറഞ്ഞാൽ കടപുഴകി വീണ. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവർക്ക് വല്ലതും ബാക്കിയുള്ളതായി നീ കണ്ടോ? എന്നാ ഒന്നും ബാക്കിയാകാതെ മുച്ചൂട് നശിപ്പിച്ച ആ ചോദ്യമാണ്. ഫഹൽ തറാ, നീ കാണുന്നുണ്ടോ? ലഹും, അവർക്കുള്ളതായി. മിൻ ബാഖിയ, വല്ലതും ബാക്കി. ഒരു വീടെങ്കിലും അവിടെ ബാക്കി ഉണ്ടായോ? ഒരാളെങ്കിലും രക്ഷപ്പെട്ടോ? ഇല്ല. കാരണം സത്യവിശ്വാസികളും പ്രവാചകനും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ പോയിക്കോളാൻ പറഞ്ഞ തലേ തന്നെ. അവിശ്വാസികളെ മുച്ചൂട് നശിപ്പിച്ചു. ഒരു ചെടി പോലും അവർക്ക് ബാക്കി കിട്ടിയിട്ടില്ല. അതാണ് ഫഹൽ തറാ മിൻ ബാഖിയ, നിങ്ങൾ ലഹും മിൻ ബാഖിയ. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവർക്ക് വല്ലതും ബാക്കിയുള്ളതായി നിങ്ങൾ കണ്ടോ? സഖറഹ അലൈഹി, സല്ലത്തഹ അലൈഹി, അവരുടെ മേൽ അതീശപ്പെടുത്തി. സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. മനസ്സിലായല്ലേ? 7 രാവുകളും 8 പകലുകളും അവർക്ക് വിഷമകരമായി അവരുടെ നേരെ, പൂർണ്ണമായ രൂപത്തിൽ നടത്താം. മുതതാബിആത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി. മശാഇ എന്ന് പറഞ്ഞാൽ അവലക്ഷണം, ലക്ഷണക്കേട്. ഏറ്റവും മോശമായ രൂപത്തിൽ തന്നെ അതിനെ അവർക്ക് എന്ത് ചെയ്തു? നൽകി. ഇതാണ് അതിന് നൽകപ്പെട്ട വിശദീകരണം. മനസ്സിലായില്ലേ? ഹുസൂമൻ മുതതാബിആത്ത്, തുടർച്ചയായിട്ട്. ഹുസൂമൻ എന്ന് എന്താർത്ഥം? തുടർച്ചയായി അവരെ തന്നെ ലക്ഷ്യം വെച്ചു. തുടർച്ചയായിട്ട് അവരെ തന്നെ എന്ത് ചെയ്തു? ലക്ഷ്യം വെച്ചു. അപ്പൊ നിരന്തരമായി 7 രാവും 7 പകലും 8 രാവും എന്ത് ചെയ്തു? അവരിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ കാറ്റ് അവരെ, തുടർച്ചയായി വന്ന മുതതാബിആത്തായ കാറ്റ് അവരെ തകർത്തു. അതാണ് അതിനർത്ഥം കൊടുത്തത്. ഇക്രിമ, റബീഅ ബിൻ ഖൈസം ഒക്കെ പറഞ്ഞു മശാഇമ അലൈഹിം, അവർക്ക് അവലക്ഷണമായി. മശാഇ എന്ന് പറഞ്ഞാൽ ലക്ഷണക്കേടായിട്ടാണ് അവർക്ക് അത് വന്നത്. മറ്റൊരു ഖുർആനിൽ പറഞ്ഞു ഫി അയ്യാമിൻ നഹ്സാത്തിൻ, ലക്ഷണക്കേടിന്റെ ദിവസങ്ങളിൽ. അപ്പൊ നഹ്സിന്റെ ദിവസത്തിൽ 7 ദിവസവും 7 രാവും 8 പകലുണ്ട് ഉറപ്പല്ലേ? നഹ്സിന്റെ ദിവസം നോക്കുകയാണെങ്കിൽ തിങ്കളും ചൊവ്വയും ബുധൻ വ്യാഴം വെള്ളിയൊക്കെ ഉണ്ട്, ശനിയുണ്ട്. എന്താ നഹ്സ് എന്നാൽ ഏതെങ്കിലും ചില ദിവസം മാത്രം, ചില കലണ്ടറിൽ നഹ്സ് കാണാം. മനസ്സിലായില്ലെങ്കിൽ നാള് നോക്കാൻ നല്ല ദിവസമാണോ ചീത്ത ദിവസമാണോ അങ്ങനൊന്നുമില്ല. ചീത്ത ദിവസം എന്താണ്? അള്ള ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ച ചീത്ത ദിവസമാണ്. അല്ലാതെ ദിവസം നോക്കിയിട്ട് ചീത്തയും നല്ലതും വരില്ല. നമ്മുടെ അമലുകൾക്ക് അനുസരിച്ചാണ് നന്മയും ചീത്തയും വരിക. നമ്മുടെ ദിവസം മോശമാനർത്ഥം ശരിക്കാത്ത ദിവസം, തോന്നിയാസം ചെയ്ത ദിവസം, തെറ്റായ സമ്പാദ്യം ഉണ്ടാക്കിയ ദിവസം, തെറ്റിൽ ചെലവഴിച്ച ദിവസം, അത് മോശം ദിവസമാണ്. അല്ലാതെ കലണ്ടറിൽ നഹ്സ് കാണിക്കുന്ന അല്ലെന്ത് മോശം. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുന്ന ദിവസവും അള്ളാന്റെ ശിക്ഷ വരുന്ന ദിവസമൊക്കെയാണ് എന്ത് മോശം ദിവസം. ഒരു ദിവസം മോശമാണെങ്കിൽ ഇതിൽ 7 ദിവസമാണ് ഉറപ്പാണല്ലോ, തിങ്കൾ മുതൽ ഞായർ വരെ ഉണ്ടെന്നുള്ളത് അല്ലേ? അപ്പൊ എല്ലാ ദിവസവും നഹ്സാന്ന് വരേണ്ടി വരും. കാരണം ഖുർആൻ നഹ്സാത്ത് എന്നാണ് ഇതിനെ പറ്റിയാണ്. ഫി അയ്യാമിൻ നഹ്സാത്ത് വയുഖാലു ഇന്നഹ ലത്തി തുസമ്മിഹ അന്നാസുൽ അഅജാസ്, ആളുകൾ അതിനെ കുറിച്ച് എന്താ പറയാ? അഅജാസ്, തടികൾ എന്ന് പറയും. ആളുകളെ കുറിച്ച് എന്ത് പറയും? തടികൾ എന്ന് പറയും. ജനങ്ങൾ നിലംപതിച്ചവരായി നിനക്ക് കാണാം. കാന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, നിലംപതിച്ച. ഖാവിയ എന്ന് പറഞ്ഞാൽ ഹരിബ, നശിച്ചു വീണ.
കടപഴകി വീണ ഹാദിയത്തനതാണ്, കടപഴകി വീണത്. അങ്ങനെ വീണ ഈത്തപ്പനത്തടികൾ പോലെ ഓരോ മനുഷ്യരിങ്ങനെ വീഴാം. മാത്രമല്ല അവർ വലിയ നീളം വലിപ്പമുള്ള മനുഷ്യരാണല്ലോ. അവർ വീഴുമ്പോ ആ പറഞ്ഞ വാക്കിന് ഒരു അർത്ഥമുണ്ട്. നമ്മളെ പോലെ ചില്ലറ ചെറിയ ആൾക്കാരല്ല ഈ ജനത, ആണോ? അവർ വലിയ ശരീരമുള്ള വൻ ആരോഗ്യമുള്ള ആളുകളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരങ്ങനെ ഈത്തപ്പന വീണമാതിരി അങ്ങോട്ട് വീണു എല്ലാവരും. മനസ്സിലായില്ലേ? എന്നിട്ടോ പാൽ തറാലഹും മിൻ ബാക്കിയ, അവരിൽ വല്ലതും ബാക്കിയായത് നീ കണ്ടോന്നാ ചോദ്യം. അതിനർത്ഥം ദായാൽ തുഹിസു മിൻഹും മിൻ അഹദിൻ മിൻ ബഖായാഹും, അവരിൽ ബാക്കിയായ വല്ലവരെയും നീ കണ്ടോ? ഓമിമ്മൻ എന്തസിബിലെയും, അല്ലെങ്കിൽ അവരിലെ ബാക്കി എന്ന് പറയാവുന്ന അവരിലേക്ക് ചേർക്കാവുന്ന അനന്തരാവകാശികൾ നീ കണ്ടോ? ഇല്ല. ബൽ ബാദു അനാഹരിയും, ഒരാളെയും ബാക്കി വെക്കാതെ മുഴുവൻ നശിച്ചുപോയി. ബാദു നശിച്ചു, മുച്ചൂട് നശിച്ചു. അവസാനത്തെ ആളും ചെയ്തു നശിച്ചു. അവർക്കൊരു പരമ്പര ഉണ്ടായിട്ടില്ല, അവരാകെ നശിച്ചുപോയി. വലം യജഅലില്ലാഹു ഖലഫ, അവർക്ക് അള്ളാഹു അനന്തരഗാമികളെ വെച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഓതിക്കൂടെ അർത്ഥം മനസ്സിലാക്കിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാഖതു മൽഹാഖ വമാ അദ്റാക മൽഹാഖ كذبت ثمود وعاد بالقارعة وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر آتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خاوية فهل ترى لهم ഇടക്കൊരു ഹദീസ് ഞാൻ വായിക്കാൻ വിട്ടുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി മുസ്ലിമൊക്കെ വന്നാണ്, നുസിർതു ബിസ്സബാ വൗഹ്ലികത ആദും ബിദ്ദബൂർ. സബാ കൊണ്ട് എനിക്ക് സഹായം കിട്ടി, ദബൂർ കൊണ്ട് ആദ് നശിച്ചു. ഒരേ സംഗതിയാണ്. സബാ എന്ന് പറഞ്ഞാലും കാറ്റാണ്, ദബൂർ എന്ന് പറഞ്ഞാലും കാറ്റാണ്. സബൂർ എന്ന് പറഞ്ഞാൽ കബൂൽ, അനുകൂലമായി വരുന്ന കാറ്റ്. ദബൂർ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോകുന്ന, എതിരായി വരുന്ന കാറ്റ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിന് ഒരു കാറ്റ് കിട്ടി, ഖന്തക്കിൽ ഒരു കാറ്റ് കിട്ടി. ആ കാറ്റ് മഴ പെയ്തു, അവർക്ക് ഊണായി, അവർക്ക് നല്ല ഉന്മേഷവും പ്രസരിപ്പും ഉണ്ടായി. ബദറിലെ മഴയും അതേപോലെ തന്നെ ഖന്തക്കിലെ മഴയും അവർക്ക് എന്ത് ഉന്മേഷം പകർന്നു. ശത്രുക്കളാണെങ്കിൽ അത് കേട്ട് പോടിച്ചോടും ചെയ്തു. അപ്പൊ എനിക്ക് കാറ്റ് കൊണ്ട് എനിക്ക് കബൂൽ, അതായത് കിഴക്കൻ കാറ്റ്. പടിഞ്ഞാറൻ കാറ്റ് വന്നപ്പോ എന്തായി? സമൂഹം ആകെ നശിച്ചുപോയി. അതാണ് ആദ്യ ജനതക്ക് കിട്ടിയ പടിഞ്ഞാറൻ കാറ്റാണ്. അത് ജനതയെ നശിപ്പിക്കുന്ന കാറ്റാണ്. പടിഞ്ഞാറിന്ന് വരുന്ന കാറ്റ് എന്താണ്? ഒരു സമൂഹം നശിപ്പിക്കാൻ വരുന്ന കാറ്റാണ്. കിഴക്കുന്ന് വരുന്ന കാറ്റ് എന്താണ്? മഴയുമായി വരുന്ന, നമുക്ക് അനുകൂലമായിട്ട് വരുന്ന കാറ്റ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, നുസിർതു ബിസ്സബാ വഉഹ്ലികത് ആദും ബിദ്ദബൂർ. എനിക്ക് സബാ കൊണ്ട് സഹായം കിട്ടി, ആദിന് ദബൂർ കൊണ്ട്. സബാ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലമായ കാറ്റ്, കിഴക്കുന്ന് വരുന്നത്. ദബൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുബൂർ എന്നുണ്ടായതാ, പിന്നെ ആളുകളെ പിന്തിരിച്ച് നമുക്ക് നാശകരമായി ഭവിക്കുന്ന കാറ്റ്. അത് ആദ്യം ഞാൻ വായിക്കാൻ വിട്ടുകൊണ്ട് വായിച്ചാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.